ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ വ്യാപാരികൾ, വ്യാപാര വ്യവസായ ഏകോപന സമിതി, വ്യാപാര വ്യവസായ സമിതി തുടങ്ങി വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ എന്നിവരുമായി ഇന്ന് നടത്തിയ ചർച്ചയിൽ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാൻ തീരുമാനമായി. വിവിധ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും വിലവർദ്ധനവിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് ഇവരുടെ ആവശ്യപ്രകാരം ചെറുപുഴ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പരിഹാരമായി ഊണിന് 70 രൂപ എന്നത് 65 രൂപയും 14 രൂപയായി വർദ്ധിപ്പിച്ച ചെറുകടികളുടെ വില 13 രൂപയുമായി കുറയ്ക്കാൻ ഇന്ന് നടന്ന ചർച്ചയിൽ തീരുമാനമായി. ഈ തീരുമാനം ചെറുപുഴയെ സംബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ചെറുപുഴ ടൗണിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കും ആശ്വാസമാണ്. ചെറുപുഴ ടൗണിലെ ഹോട്ടലിൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാര വ്യവസായ സമിതിയും യുവജന സംഘടനകളടക്കമുള്ള പ്രതിനിധികളെ വിളിച്ചിട്ട് ഇന്നൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പം നിലവിൽ 70 രൂപയ്ക്കാണ് ഹോട്ടലുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. അത് 65 രൂപയായിട്ടും ചായ, കടി എന്നിവയൊക്കെ 14 രൂപ എന്നുള്ളത് 13 രൂപയായിട്ട് കുറയ്ക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. അതുകൂടാതെ തന്നെ എല്ലാ ഹോട്ടലുകളിലും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാനും മറ്റ് ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധന നടത്താൻ അതുമായിട്ട് മുമ്പോട്ട് പോകാനും ഇന്നത്തെ പഞ്ചായത്തിൽ സർവകക്ഷി യോഗത്തിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വിവിധ സംഘടനകളുടെയും ജനങ്ങളുടെയൊക്കെ നിരവധിയായ പരാതികൾ പഞ്ചായത്തിൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചു. ആ ചർച്ച ഒരു പരിധിവരെ വിജയമായി എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് അറിയിക്കാനുള്ളത്.